ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ പറയാനാണ്. ഞാൻ മൂവി റിവ്യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ഈ മൂവി കണ്ടപ്പോൾ എനിക്കൊരു റിവ്യൂ അതിനെപ്പറ്റി ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ 2024 ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് തമിഴ് മൂവിയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യാന്ന്. മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള സേതുപതിയുടെ മൂവിയാണ്. അപ്പോൾ ഇത് തിയേറ്റർ റിലീസ് ജൂൺ 16 തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ടായിരുന്നത്. നിതിലാൻ സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആള് 2 മൂവീസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് മൂവി 2017 കുരങ്ങു ബൊമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഞാൻ കണ്ടിട്ടില്ല. അത് കുരങ്ങു ബൊമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് ഇതിനു മുന്നേ പുള്ളിക്കാരൻ 2017 ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചെയ്ത മൂവിയാണ് ഈ മഹാരാജ. അടിപൊളി മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസാണ് ഇത്. അപ്പൊ എല്ലാവരും കാണണം ഈ മൂവി. ഇതിൽ നടൻ വന്നിട്ട് സേതുപതിയും ഇതിന്റെ വില്ലൻ വന്നിട്ട് അനുരാഗ് കശ്യപും ആണ് വന്നിരിക്കുന്നത്. മെയിൻലി എടുത്തു പറയേണ്ടത് ഇവരുടെ രണ്ടുപേരുടെ ആക്ടിങ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം സേതുപതി എല്ലാ മൂവീസിലും എങ്ങനെയാണ് വരുന്നത്. എപ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സിലാണ് ഈ സേതുപതി ഇപ്പൊ വരുന്നത്. വിക്രം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഒരു ഹിറ്റ് മൂവി വന്നിട്ട് ഈ മഹാരാജയാണ് ഞാൻ കണ്ടത്. അടിപൊളിയായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ഇതിൽ സേതുപതി അഭിനയിച്ചേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ വില്ലനും വന്നിട്ട് അനുരാഗ്. ഓൾറെഡി അനുരാഗ് നമുക്ക് വേറെ മൂവീസിൽ വില്ലനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലും നല്ല അടിപൊളി ആക്ടിങ് ആണ്. ഇതിൽ മെയിൻലി എടുത്തു പറയാനുള്ള ഈ മൂവിയുടെ സ്ക്രിപ്റ്റിംഗ് ആണ്. അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ആ ഒരു ഷോർട്സ് വരുന്നതും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേറ്റഡ് മൂവിയാണ്. കുറെ ഫൈറ്റ്സ് വരുന്നുണ്ട് ഇതില്. പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരാഗ് കശ്യപ് ഞാൻ പറഞ്ഞ പോലെ, പിന്നെ സേതുപതി, മമത, മണികണ്ഠൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മലയാളി ആക്ട്രസ് അഭിരാമി വരുന്നുണ്ട്. ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് മെയിൻലി ഇതിൽ വരുന്നത്. എടുത്തു പറയാനുള്ളത് ഈ രണ്ടുപേരുടെ ആക്ടിങ് ആണ്. സേതുപതിയും അതേപോലെ അനുരാഗിന്റെ ആണ് എടുത്തു പറയാനുള്ളത്. പിന്നെ ഇതിലൊരു പോലീസുകാരനുണ്ട്, എനിക്ക് ആളുടെ പേരറിയില്ല. ആളുടെ ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട്. ഈ മൂവിയുടെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആദ്യം കാണുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂല കേട്ടോ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര മൂവി കണ്ടിരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷെ അടിപൊളി ട്വിസ്റ്റ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റ് ആണ് ഈ മൂവിയിൽ വരുന്നത്. പിന്നെ ഈ മൂവിയുടെ ഒരു ജോണർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റും പ്രസന്റും വെച്ചിട്ടാണ് ഇവർ കാണിക്കുന്നത്. നമ്മൾ ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാണാനുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളൂ മൂവിക്ക് വരുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം പാസ്റ്റും പ്രസന്റും കാണിക്കുന്നതുകൊണ്ട് ഈവൻ ചെറിയൊരു സീൻ മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് ക്ലിക്ക് ആവില്ല. അപ്പൊ സീനൊന്നും മിസ്സാക്കരുത്, എല്ലാം കാണണം. അത് കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അതിൽ എൻഗേജ്ഡ് ആയി ഈ സംഭവം എന്താണോ, ഇത് പാസ്റ്റിൽ ഇങ്ങനെയാണല്ലേ നടന്നതെന്ന് തന്നെ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു നൈസ് മൂവിയാണ്. എൻഡ് വരെ നമുക്ക് ആ ഒരു സസ്പെൻസ് ഇങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് ആ സസ്പെൻസ് കാണിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ചിന്തിക്കാതെ. ചില മൂവീസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എൻഡെന്ന് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. എനിക്ക് ഇതിന്റെ എൻഡ് എങ്ങനെയാണെന്ന് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ എൻഡിലെ ട്വിസ്റ്റ് കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര. അപ്പോൾ ഈ മൂവി എടുത്ത ആൾക്ക് ഹാറ്റ്സ് ഓഫ്. ഈ മൂവി കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. എല്ലാവരും പോയി കാണുക. കണ്ടവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.